സ്നേഹമുള്ളവരെ, ഞാൻ ഡിനി. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ ഇത്രയും നല്ല നിലയിലെത്താൻ അല്ലെങ്കിൽ ഇതുവരെ എത്താൻ നമ്മളെ സഹായിച്ചത് നമ്മുടെ മാതാപിതാക്കളാണ്. നമ്മളൊരു പ്രായമായി കഴിയുമ്പോൾ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളോട് സംസാരിക്കാനോ അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാനോ അവരുടെ ചില കൊച്ചു കൊച്ചു സന്തോഷങ്ങളോ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളോ നടത്തി കൊടുക്കാൻ നമുക്ക് സമയമില്ലാത്ത അവസ്ഥയാണ്. എല്ലാവർക്കല്ല, ചിലവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, എല്ലാവരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്നാലും ഒട്ടുമിക്ക ആൾക്കാർക്കും അവരുടെ മാതാപിതാക്കളുടെ കൂടെ ഇരിക്കാനോ സംസാരിക്കാനോ സമയമില്ല. അവർ ജീവിതത്തിൽ വളരെ തിരക്കേറിയ ജീവിതത്തിലേക്ക് പോവാണ്. ഒരിക്കലും അവരുടെ മാതാപിതാക്കളെ അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ മാറ്റിവെക്കാൻ അവർ പരിശ്രമിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ആ ഹോട്ടലിലത്തെ ആൾക്കാർ നമുക്ക് ഏറ്റവും നല്ലൊരു ടേബിൾ കാണിച്ചു തരും, നല്ല വൃത്തിയുള്ള ഒരു ടേബിൾ കാണിച്ചു തരും. നമ്മൾ ആ ടേബിളിൽ പോയി ഇരിക്കുമ്പോൾ നമുക്ക് നല്ല വൃത്തിയുള്ള പ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ച് തരും. അതുപോലെ നല്ല ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ച് തരും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താണ് ഫുഡ് ഓർഡർ ചെയ്തത് അത് നല്ല പാത്രങ്ങളിൽ കൊണ്ടുവന്ന് വെച്ച് തരും. അത് കഴിഞ്ഞ് അത് നമ്മൾ വിളമ്പി ആ പാത്രത്തിൽ ഇട്ട് കഴിച്ച് നമ്മൾ ബില്ല് പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിപ്പോവും. നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല, ഈ നല്ല പ്ലേറ്റുകളിൽ നമ്മൾ കഴിക്കുമ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൻ്റെ ചൂടും തട്ടും മുട്ടും ഒക്കെ കഷ്ടപ്പാടും സഹിച്ച് പാത്രങ്ങൾ ഉണ്ട് അടുക്കളയിൽ നിന്ന്. ഈ അടുപ്പിൻ്റെ ചൂടൊക്കെ സഹിച്ച് കരിയൊക്കെ പിടിച്ച് ആ പാത്രങ്ങളിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് ഇത്രയും നല്ല പ്ലേറ്റിൽ ഇവർ വിളമ്പണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അതുപോലെയാണ് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി രാപ്പകല് കഷ്ടപ്പെട്ട് വെയിലും ചൂടും മഴയെല്ലാം സഹിച്ച് പട്ടിണി കിടന്ന് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നമ്മളെ അറിയിക്കാതെ നമ്മൾ ചോദിക്കുന്നത് എന്തും നമുക്ക് തന്ന് നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തി നല്ല നിലയിലെത്തി കഴിയുമ്പോഴേക്കും അവർക്ക് പ്രായമാവുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സാന്നിധ്യം അവർ വളരെയധികം ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് അവരോട് സംസാരിക്കാനോ അവരോട് കുറച്ച് സമയം പങ്കിടാനോ അല്ലെങ്കിൽ അവരുടെ കൊച്ചു ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനോ നമുക്ക് സമയമില്ലാത്ത അവസ്ഥയിൽ അവർ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന നമുക്ക് നല്ല നിധികളാണ് നമ്മുടെ മാതാപിതാക്കൾ. അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുത്തുന്നത് കൊണ്ടാണ് നമ്മളിന്ന് ഈ നിലയിൽ, ഏത് നിലയിലെത്തിയാലും ആ നിലയിലെടുത്താൻ ഒരു ഭൂരിഭാഗം പങ്കും നമ്മുടെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടാണ്. അത് മനസ്സിലാക്കി അവരുടെ മരണം വരെ അവരുടെ കൊച്ചു സന്തോഷങ്ങളും കൊച്ചു ആഗ്രഹങ്ങളും കഴിയുന്നതും സാധിച്ചു കൊടുക്കാൻ നിങ്ങളെല്ലാവരും പരിശ്രമിക്കണം. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബായ്.